ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒഡു ERPയിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി സെയിൽസ് എന്ന് പറഞ്ഞ മൊഡ്യൂളിലേക്ക് പോവുക. ഏറ്റവും മുകളിലായിട്ട് പ്രൊഡക്ട്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ പ്രൊഡക്ട്സ് എന്ന് കാണാം. ഇതിൽ ഒരു ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ച പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. പുതിയ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആദ്യം കാണുന്ന പ്രൊഡക്റ്റ് നെയിമിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കാം. ഞാനിതിവിടെ ആപ്പിൾ ഐഫോൺ എന്നാണ് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിം. ഇനി താഴെ ക്യാൻ ബി സോൾഡ്, ക്യാൻ ബി പർച്ചേസ്ഡ്, ക്യാൻ ബി എക്സ്പെൻഡ്, റിക്കറിങ്, ക്യാൻ ബി റെൻറ്റഡ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്യാൻ ബി സോൾഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇപ്പം നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ക്യാൻ ബി സോൾഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ക്യാൻ ബി പർച്ചേസ്ഡ് കൊടുക്കാം. എക്സ്പെൻസ് ആണെങ്കിൽ ക്യാൻ ബി എക്സ്പെൻസ്ഡ് കൊടുക്കാം. അതുപോലെ റിക്കറിങ് ആൻഡ് ക്യാൻ ബി റെൻറ്റഡ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് റെൻ്റൽ ആക്ടിവിറ്റീസിനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻ ബി റെൻറ്റഡ് കൂടെ കൊടുക്കാം. അതേപോലെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് നമ്മൾ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനാബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വേറൊരു സെക്കൻഡറി ലാംഗ്വേജ് എന്താണ് പേരെന്നുള്ളതൊക്കെ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. ദെൻ താഴെ പ്രൊഡക്റ്റ് ടൈപ്പ് എന്നുള്ളൊരു പാർട്ടുണ്ട്, ജനറൽ ഇൻഫർമേഷൻ്റെ താഴെയായിട്ട്. ഈ പ്രൊഡക്റ്റ് ടൈപ്പ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് ടൈപ്പിനനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണോ, ഇനി അതല്ല ഇത് സർവീസാണോ, ഇനി കൺസ്യൂമബിൾ ആണോ, അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്രൊഡക്റ്റുകളെ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് കൺസ്യൂമബിൾ എന്ന് പറയുന്നത് അതിന് ഇൻവെൻട്രി അത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നില്ല. പകരം എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്തു, എത്രത്തോളം നമ്മൾ സെല്ല് ചെയ്തു എന്നൊക്കെയുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. പക്ഷേ ഇൻവെൻട്രി മൂവ്മെൻറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ എഫക്റ്റുകളൊന്നോ അതിൽ നിന്ന് വരുന്നില്ല. അതേപോലെ സർവീസ് ഉണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി നമ്മൾ സർവീസ് ഐറ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ഇൻവെൻട്രി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ദെൻ സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ഉണ്ട്. സ്റ്റോറബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇൻവെൻട്രി മൂവ്മെൻറ്റ്, സ്റ്റോക്ക് എത്ര വന്നിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ട്, അതുപോലെ എത്ര ഔട്ടായിട്ടുണ്ട്, കൺസ്യൂം ആയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് പ്രൊഡക്റ്റ് ടൈപ്പ് സ്റ്റോറബിൾ ആയിരിക്കണം. അതേപോലെ ബുക്കിംഗ് ഫീസ്, കോംബോ, ഇവൻറ്റ് ടിക്കറ്റ്, ഈ ടൈപ്പുകളൊക്കെ നമ്മളെ ഇവൻറ്റ് മൊഡ്യൂള്, അതേപോലെ തന്നെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നോളജ് മൊഡ്യൂള്, ഇ ലേണിംഗ് മൊഡ്യൂളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. മെയിനായിട്ട് കൺസ്യൂമബിൾ, സർവീസ്, സ്റ്റോറബിൾ ആണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഇൻവോയ്സിങ് പോളിസി ഉണ്ട് ഇവിടെ. ഇൻവോയ്സിങ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഡയറക്റ്റ് ഓർഡറിനനുസരിച്ച് നമുക്ക് ഇൻവോയ്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റാണോ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തത് അതിനനുസരിച്ചിട്ട് ഇൻവോയ്സ് ചെയ്യാം. ഈ രണ്ട് മെത്തേഡുകളാണ് ഇതിലുള്ളത്, ഡെലിവേർഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് ഓർഡേഡ് ക്വാണ്ടിറ്റീസ്. നമുക്ക് ഈ പ്രൊഡക്റ്റിന് യൂണിറ്റ് കൊടുക്കാം. ഇപ്പോൾ ആപ്പിൾ ഐഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പീസിൽ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ബോക്സ് ആയിട്ട് കൊടുക്കാം. ഇനി സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവേഴ്സിൽ കൊടുക്കാം, ഡേയ്സിൽ കൊടുക്കാം. അതേപോലെ പല ടൈപ്പുള്ള യൂണിറ്റ് ഓഫ് മെഷേഴ്സ് വരുന്നുണ്ട്. മീറ്റർ വരുന്നുണ്ട്, ഡസൻ, ഗ്രാം, ലിറ്റർ, ഇഞ്ച്. അതേപോലെ പർച്ചേസ് യൂണിറ്റ് ഓഫ് മെഷർ നമ്മൾ ഡിഫൈൻ ചെയ്യണം. മേ ബി നമ്മളിപ്പം ആപ്പിൾ ഐഫോൺ എന്നുള്ളത് നമ്മൾ പീസിലാണ് പർച്ചേസ് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നതും പീസിൽ തന്നെയാണ്. ചില പ്രൊഡക്റ്റുകൾ നമുക്ക് ബൾക്കായിട്ട് കാർട്ടണിൽ മേടിക്കാം, പീസിലേക്ക് വിൽക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പർച്ചേസ് യൂണിറ്റ് ഓഫ് മെഷർ. അതേപോലെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ്, നോർമൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, അതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് ഓർ വാറ്റ് പെർസെൻറ്റേജ്. ദെൻ കോസ്റ്റ്, നമുക്കതിന് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, ഇനീഷ്യലി എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കിവിടെ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കാറ്റഗറീസ്, ഇപ്പോൾ ആപ്പിൾ ഐഫോൺ എന്നുള്ള നമുക്കിപ്പോൾ സ്മാർട്ട് ഫോൺ എന്നുള്ള കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നുള്ള കാറ്റഗറിയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻറ്റേർണൽ റെഫറൻസ്, നമുക്കൊരു ഐറ്റം കോഡ് കൊടുക്കാം. ബാർ കോഡ്, ഇപ്പം ആപ്പിൾ ഐഫോൺ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ മേലെയുള്ള ബാർ കോഡ് നമുക്കിവിടെ സ്കാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയും ഡീറ്റെയിൽസ് ബേസിക്കായിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റും. അതേപോലെ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ്
ഈ ഒരു ടാബുകളിലൊക്കെ വരുന്നുണ്ട്, ആട്രിബ്യൂട്ട്സ് ആൻഡ് വേരിയൻസ്. അപ്പോൾ നമുക്ക് ആപ്പിൾ ഐഫോൺ തന്നെ പല കളറിലും പല സൈസിലൊക്കെ വരാം. അപ്പം ഐഫോൺ മിനി വരാം, പ്രോ മാക്സ്, അതുപോലെ തന്നെ പല ടൈപ്പും പല സൈസും പല കളറിലും വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്കിപ്പം സൈസ് എന്ന് കൊടുത്തിട്ട് ഏതൊക്കെ സൈസാണ്, അതുപോലെ കളർ എന്ന് കൊടുത്ത് ഏതൊക്കെ കളറാണെന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സെയിൽസിൻ്റെ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പല ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പോയിൻ്റ് ഓഫ് സെയിൽ, അതായത് കൗണ്ടറിലേക്കൊക്കെ വെക്കുന്ന രീതിയിൽ നമ്മൾ വേറൊരു രീതിയിലേക്ക് അതിനെ സെല്ലിംഗ് പോയിന്റിലേക്ക് അതിനെ അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അവൈലബിൾ ഇൻ POS കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ്, ആക്സസറി പ്രൊഡക്ട്സ്, ഓപ്ഷണൽ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇ-കൊമേഴ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. നമുക്ക് ഡിസ്ക്രിപ്ഷൻസ്, ഈ ആപ്പിൾ ഐഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, അതായത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുക്കാം, റാം എത്രയാണ്, ബാറ്ററി, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിത് ഇൻവോയ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെയിൽ ഓർഡർ ചെയ്യുമ്പോഴോ ഈ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമുക്കതിലേക്ക് എടുക്കുന്നത്. ദെൻ നമുക്ക് ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കോൺഫിഗറേഷൻസ് ഇവിടെ ഉണ്ട്. ഇമേജുകൾ ഇവിടെ ആഡ് ചെയ്യാം, മൾട്ടിപ്പിൾ ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ പർച്ചേസ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിൾ ഐഫോൺ നമുക്ക് മേ ബി നമ്മൾ പല സപ്ലയേഴ്സിൻ്റെ ഇടന്നായിരിക്കും വാങ്ങിക്കുക, ലോക്കലായിട്ട് വാങ്ങിക്കാം, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന കേസ് വരാം. അപ്പോൾ അവരുടെയൊക്കെ പേര്, അവരുടെ വെൻഡർ ഡീറ്റെയിൽസ്, അവരുടെ തരുന്ന പ്രൈസ്, അവരുടെ കറൻസി, അവരുടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് എത്തും എന്നുള്ളതാണ് ഡെലിവറി ലീഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ദെൻ ഇവിടെ നമുക്ക് കൺട്രോൾ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഐഫോൺ ഒരു സപ്ലയറുടെ അടുത്ത് വാങ്ങുന്ന സമയത്ത് അവർ തരുന്ന ബില്ല് നമുക്കിതിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എഗെയിൻസ്റ്റ് നമുക്ക് വന്ന ക്വാണ്ടിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തതിന് എഗെയിൻസ്റ്റ് ആണോ എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ പർച്ചേസിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, അതുപോലെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഇൻവെൻട്രിയുടെ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണോ, മാനുഫാക്ചർ ചെയ്യുകയാണോ, ഡ്രോപ്പ് ഷിപ്പാണോ, അല്ലെങ്കിൽ അതുപോലത്തെ പല റൂട്ടുകൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സ്റ്റോറിലേക്ക് അല്ലെങ്കിൽ നമ്മളെ സ്റ്റോക്കിലേക്ക് വരുന്നതിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്, അതുകൊണ്ട് ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് ഈ ഒരു ആപ്പിൾ ഐഫോൺ പ്രൈസ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആപ്പിൾ ഐഫോൺ 15 ആണ്, 15 പ്രോ മാക്സ് നമുക്കിപ്പോൾ ഈ ഒരു മന്ത് ഒരു പ്രൈസിനാണ് കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂണീക്ക് സീരിയൽ നമ്പർ അല്ലെങ്കിൽ ലോട്ട് നമ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ ലോജിസ്റ്റിക്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വെയിറ്റ്, വോളിയം, അതേപോലെ HS കോഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് ഹു ഇസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ, ആരാണ് ഈ ഒരു പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ദെൻ അക്കൗണ്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് അക്കൗണ്ടിലേക്ക്, ഏത് ലെഡ്ജർ, ഏത് റവന്യൂ ലെഡ്ജറിലേക്ക് അത് പോകണം, അല്ലെങ്കിൽ ഇൻകം ലെഡ്ജറിലേക്ക് അത് പോകണം എന്നൊക്കെ ഉള്ളത് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ അത് ഏത് എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് പോകണം, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസും അക്കൗണ്ട്സും ഇൻവെൻട്രി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ്. ഇതൊരു മാസ്റ്റർ ഡാറ്റ ഫയൽ എന്ന് നമുക്കിതിനെ വിളിക്കാം. ദെൻ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടൺസ് കാണാം, സ്മാർട്ട് ബട്ടൺസ്. അതിൽ ഈ ഒരു ആപ്പിൾ ഐഫോൺ നമ്മൾ പല പ്രൈസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാറ്റലോഗ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, ദെൻ സ്റ്റോക്കിൽ ഓൺ ഹാൻഡ് എത്ര ക്വാണ്ടിറ്റി നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, അതേപോലെ ഫോർകാസ്റ്റഡ്, നമുക്ക് റിസർവ് അല്ലെങ്കിൽ ഫോർകാസ്റ്റഡ് ആയിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ ട്രേസബിലിറ്റി, അതായത് ഹിസ്റ്ററി, നമ്മൾ എപ്പോഴാണ് പർച്ചേസ് ചെയ്തത്, എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര സെല് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ട്രാക്ക് റെക്കോർഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ റീ ഓർഡറിങ് റൂള്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയലൊക്കെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇത് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര സെല് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ പുതിയൊരു ലാബിൽ പ്രിൻറ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻറ്റ് ലാബിൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിം, സെല്ലിംഗ് പ്രൈസ്, അതുപോലെ മിനിമൽ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ലാബിൽ പ്രിൻറ്റ് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്,
അതുപോലെ ആ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഒരു റിയൽ ടൈം അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വിൻഡോയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു.